അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇന്ത്യ സഖ്യത്തിൻ്റെയൊക്കെ ഒരു വലിയ നേതാവായി ഇങ്ങനെ ശരത് പവാർ നിൽക്കുന്ന ഘട്ടത്തിലാണ് RSSനെ പുകഴ്ത്തുന്ന ഒരു സമീപനവുമായി അദ്ദേഹം എത്തുന്നത്. RSSന്റെ സംഘടനാ രീതിയും ഹിന്ദുത്വ ക്യാമ്പയിനും BJPയുടെ വിജയം ഉറപ്പാക്കി. ഇതൊക്കെ നിങ്ങൾ കണ്ടു പഠിക്കൂ എന്നാണ് NCPയുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്നലെ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഈ പുതിയ തിരിച്ചറിവിന് പിന്നിൽ എന്താണെന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത്? നീലിമ, ഒന്ന്, ശരത് പവാറിന്റെ പ്രസ്താവനയെ നിങ്ങൾ വല്ലാതെ വളച്ചൊടിച്ചിരിക്കുന്നു, അത് തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പടി. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരത് പവാർ 84 വയസ്സുള്ള രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം അടിമുടി കോൺഗ്രസ്സുകാരൻ. കേരളത്തിൽ AK ആന്റണി അധികാരത്തിൽ വന്നതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് 36ാമത്തെ വയസ്സിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പിളരുന്ന ഒരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ നിന്ന് അന്ന് വസന്തദാദ പട്ടേലിനെ പോലുള്ള പ്രമുഖർ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ നയിക്കുമ്പോൾ അവരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വിഭാഗം, കോൺഗ്രസ് എസ് എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിൽ കൂടിയാണ്, അപ്പോഴും അദ്ദേഹം കോൺഗ്രസിന്റെ ആശയങ്ങളോ കൈവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ ലയിച്ചു, കോൺഗ്രസിന്റെ ഭാഗമായി. എപ്പോഴാണ് അദ്ദേഹം രണ്ടാമത് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് ചോദിച്ചാൽ, ശ്രീമതി സോണിയാഗാന്ധി കോൺഗ്രസിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് വരികയും അവരെ ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ എത്തും എന്നുള്ളൊരു പ്രചരണം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പൗരത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ശ്രീ ശരത് പവാർ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് 99-ൽ അദ്ദേഹം പുറത്തു പോവുകയും ഇപ്പോഴത്തെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ദേശീയവാദി കോൺഗ്രസ് പാർട്ടിയെ എന്താ പറയുക സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിന്ന്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം അടിമുടി കോൺഗ്രസിന്റെ ആശയവും കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവും കോൺഗ്രസിന്റെ കൊടിയും അല്ലെങ്കിൽ കോൺഗ്രസിന് സമാനമായ കൊടിയും ചിഹ്നം ക്ലോക്കായി പോയി എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാം കോൺഗ്രസിൻ്റെത് മാത്രമാണ്. എനിക്ക് മഹാരാഷ്ട്രയിൽ കുറച്ചു കാലം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് കഴിയാൻ അവസരമുണ്ടായി. അപ്പോൾ മഹാരാഷ്ട്രയിലെ സൗത്ത് ബോംബെ കൊളാബയ്ക്ക് അടുത്താണ് ഇവരുടെ നമ്മുടെ നരിമൻ പോയിന്റ് അടുത്ത് ഇവരുടെ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും മറ്റും പ്രവർത്തിക്കുന്നത്. അവിടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ കാണുന്നത് ഖദർദാരികളെയും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും അവർ മാത്രമേ ഉള്ളൂ. ശരത് പവാർ NCP കാരനാണ് എങ്കിലും അടിമുടി അദ്ദേഹം കോൺഗ്രസ്സുകാരൻ. 84 വയസ്സുവരെ അദ്ദേഹം കോൺഗ്രസിന്റെ ആശയത്തിൽ നിന്ന് ഒരിക്കലും മാറിയിട്ടുള്ള ഒരാളല്ല. അങ്ങനെ മാറണമെന്ന് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, RSSന്റെ കാര്യാലയം സ്ഥിതി ചെയ്യുന്ന നാഗപ്പൂർ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിൽ എല്ലാ കാലഘട്ടത്തിലും സംഘപരിവാർ ശക്തികൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ഇന്നലെ വരെ സ്വീകരിച്ചു വന്നിരുന്ന ആളാണ് ശ്രീ ശരത് പവാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി നമുക്ക് ശരത് പവാറിന്റെ പ്രസ്താവനയിലേക്ക് വരാം. ശരത് പവാർ എന്താ പറഞ്ഞത്? നിങ്ങൾ RSS പ്രവർത്തകരുടെ ഡെഡിക്കേഷനെ കാണണം, അവരുടെ ആ പ്രവർത്തന രംഗത്തുള്ള ആത്മാർത്ഥതയെ കാണണം, അതാണ് നിങ്ങൾ കാണുന്നത്. അതല്ലാതെ അദ്ദേഹം ഒരിക്കലും നിങ്ങൾ RSSന്റെ ആശയത്തിലെങ്കിൽ പിന്നെ ഇവരോട് NCPക്കാരോട് പറഞ്ഞാൽ പോരെ നമ്മളെല്ലാം RSSൽ ചേർന്നാൽ മതിയെന്ന്. സേനാപതി വേണു, ഒരു സെക്കൻഡ്. സേനാപതി വേണു, ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കോൺഗ്രസ് തയ്യാറാകുമോ? ശരത് പവാർ അങ്ങനെ ഒരു പ്രസ്താവന നടത്തി. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തുമോ? ഞാൻ പറഞ്ഞത് ഓരോ വ്യക്തികൾ, ഇപ്പോ ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവും രാഷ്ട്രപതിയുമായിരുന്നു ഡോക്ടർ പ്രണാബ് കുമാർ മുഖർജി ഒരിക്കൽ RSSന്റെ ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയിട്ട് RSSനെ പുകഴ്ത്തി അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു വിഷയം, അത് പല ഘട്ടത്തിലും ഇപ്പൊ മോഹൻ മറി സാറിനെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്, വളരെ കോൺഗ്രസ് രൂക്ഷമായി കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒക്കെ വളരെ വിമർശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മകൾ ശർമിഷ്ഠ മുഖർജി ഈ അടുത്ത കാലത്ത് പോലുള്ള പ്രസ്താവനയിൽ അവർ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് അത് RSS എന്നൊരു സംഘടന, ആ സംഘടനയുടെ ഒരു ഡെഡിക്കേഷനും അവരുടെ പ്രവർത്തനത്തെയാണ്, അതല്ലാതെ മറിച്ച് അവരുടെ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടോ ആ ആശയത്തെ പിന്തുണച്ചുകൊണ്ടോ അല്ല. നീലിമ, നമ്മുടെ നാട്ടിൽ മുമ്പ് പോലും ഉണ്ട് രാഷ്ട്രീയ പാർട്ടി, SUCI എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ. അത് ബംഗാളിലെ സഹാബ് ശിവദാസ് ഘോഷ് കമ്മ്യൂണിസം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രൂപം കൊടുത്തൊരു പാർട്ടി.
ഞാൻ എന്താണ് SUCI-ക്കാരെ ഓർമ്മപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആകെ 2 പേരേ ഉള്ളൂ. ആ 2 പേര് വളരെ മനോഹരമായി ഭിത്തിയിൽ അവരുടെ പാർട്ടിയുടെ പോസ്റ്ററുകൾ എഴുതും, ആശയങ്ങൾ എഴുതും. ഈ ബക്കറ്റുമായിട്ട് ഈ 2 പേര് പിരിവിന് നടക്കും. അവര് ഊണും ഉറക്കവും ഇതെല്ലാം ഉപേക്ഷിച്ച് ഈ SUCI എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രവർത്തനത്തിന് അത് പ്രഗത്ഭരായ ആളുകൾ, ഡോക്ടർ വേണുഗോപാലിനെ പോലുള്ള വളരെ പ്രഗത്ഭരായ ആളുകൾ, ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത്, അവരൊക്കെ SUCI ആ നിൽക്കുന്ന ഒരു ആശയത്തിൽ അവരങ്ങ് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇത് തന്നെയല്ലേ RSSനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ നമ്മൾ കാണാം കേരളത്തിൽ RSSന്റെ ശാഖാ പ്രവർത്തകർ. ഞങ്ങളുടെ നാട്ടിൽ ഇടുക്കിയിൽ ആ കാലഘട്ടത്തിൽ ഇതിന്റെ ശാഖാ പ്രമുഖർ വരുന്നത് കണ്ണൂര്, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. അവര് ഈ കാക്കി സഞ്ചിയും തൂക്കിയിട്ട് ഈ RSSന്റെ പ്രവർത്തനമായിട്ട് രാവും പകലും അവർ നടക്കുന്നു. അവരുടെ ഡെഡിക്കേഷനെ കാണുന്ന ആളുകൾക്ക് അവരോട് ബഹുമാനം, കാരണം അവരുടെ ഡെഡിക്കേഷൻ. പക്ഷെ അവരുടെ ആശയത്തോടല്ല. ഇവിടെ ശരത് പവാർ പറഞ്ഞിരിക്കുന്ന RSSന്റെ ആശയമല്ല, മറിച്ച് RSSന്റെ പ്രവർത്തകരുടെ ഡെഡിക്കേഷൻ. ആ ഡെഡിക്കേഷനെ പോലെ നമ്മളും പ്രവർത്തിച്ചാൽ, അല്ല നമ്മൾ RSS ചേരണം അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്, അവരുടെ ഡെഡിക്കേഷൻ പോലെ അവരുടെ സംഘപരിവാറിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ കാര്യവാഹകർ അവർ നടത്തുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനം. നമുക്കറിയാമല്ലോ, ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം യഥാർത്ഥത്തിൽ BJP നേതൃത്വം ഭയന്നുപോയി. BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ പറഞ്ഞത് ഞങ്ങളുടെ ശക്തി കൊണ്ടാണ് ജയിക്കുന്നവർ, RSSന്റെ പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞ് RSS ഒരു ചവിട്ട് കൊടുത്തു. എവിടെ? ഹരിയാന തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ജയം വളരെ 0.72% വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളൂ. ഞങ്ങളും അവരും തമ്മിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എണ്ണിയെടുക്കാവുന്ന ആയിരങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് JP നഡ്ഡയൊക്കെ തന്റെ പഴയ പ്രസ്താവനയെ പിൻവലിച്ചുകൊണ്ട് RSSന്റെ കേന്ദ്ര കാര്യാലയം നാഗപ്പൂരിൽ ചെന്ന് അവരുമായി സന്ധി ചെയ്യോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. ഏതായാലും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ RSS വളരെ സജീവമായി അവരുടെ ഘടകങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ മുന്നേ കൂട്ടി തന്നെ അവരുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഒരുപക്ഷെ അത് കുറച്ചുകൂടി ഒന്ന് മുമ്പേ കാണാനുള്ള ഒരു എന്താ പറഞ്ഞ അതിനുള്ള അവസരം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയോ അല്ലെങ്കിൽ ജയിക്കാമെന്നുള്ള പല സർവേകളിൽ നിന്നുള്ള അനായാസമായിട്ടുള്ള സർവേ റിപ്പോർട്ടുകളൊക്കെ ഒരുപക്ഷെ ഞങ്ങളുടെ ആളുകൾ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടാകാം. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ RSSന്റെ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെയാണ് ശ്രീ ശരത് പവാർ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ശരത് പവാർ പറഞ്ഞത് നിങ്ങൾ RSSനെ കണ്ടുപിടിച്ച RSSന്റെ ആശയം. പക്ഷേ 84-കാരനായ ശരത് പവാർ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഒരിക്കൽ പോലും RSSനെ കുറിച്ച് ഇങ്ങനെയൊരു പരാമർശം നടത്തിയിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത്. ആ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേണു, ഞാൻ തിരികെ എത്താം. സേനാപതി വേണു, ഞാൻ തിരികെ എത്താം. ചെറിയൊരു ഇടവേള ഒരു സെക്കൻഡ് കൂടി തന്നാൽ മതി. അതിനുള്ള സാഹചര്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ ശരത് പവാറിന്റെ ജീവിത ചരിത്രത്തിൽ ഇന്നോളം ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായിട്ടില്ല. ഒന്നുകിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കും, അതല്ല എങ്കിൽ വിജയിച്ച് ഭരണപക്ഷത്തിരിക്കും, അതല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ കക്ഷിയാവും. ഇതുപോലൊരു പരാജയം ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിൽ RSSനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം വരുന്നത് എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യം.